നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ CJP പ്രവർത്തകരോടുള്ള അതിക്രമങ്ങൾ പ്രതിഷേധിച്ച കോൺഗ്രസ് നേതാക്കളോടും നരനായാട്ട് നടത്തി ഡൽഹി പോലീസ്. രാഹുൽ ഗാന്ധിയെ റോഡിലൂടെ വലിച്ചിഴച്ചാണ് അറസ്റ്റ് ചെയ്തത്. രാഹുലിന്റെ മൂക്കിന് പരിക്കേറ്റു. പ്രിയങ്ക ഗാന്ധിയെ കഴുത്തിൽ കുത്തിപ്പിടിച്ചാണ് വാനിൽ കയറ്റിയത്. വിദ്യാർത്ഥികളുടെ നീതിക്കായുള്ള പോരാട്ടം തുടരുമെന്ന് രാഹുൽ ഗാന്ധിയുടെ എക്സ് പോസ്റ്റ്. വിവരങ്ങളുമായി ER രാഗേഷാണ് നമ്മോടൊപ്പം ചേരുന്നത്. രാഗേഷ്, വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമാണ് നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ തലസ്ഥാന നഗരിയിൽ കണ്ടത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഒരു ട്വിറ്റർ പോസ്റ്റ് കൂടി നമുക്ക് വരികയാണ്. അഞ്ജലി, അപ്രതീക്ഷിത സമരത്തിനാണ് ഡൽഹി സാക്ഷ്യം വഹിച്ചതെന്ന് തന്നെ പറയാം. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളായി ഡൽഹി സംഘർഷഭരിതമാണ്. കാരണം ഇന്നലെയാണ് വർഷകാല സമ്മേളനം തുടങ്ങിയത്. ഇന്നലെയാണ് CJP പാർലമെന്റ് മാർച്ച് നിശ്ചയിച്ചിരുന്നത്. ഈ പാർലമെന്റ് മാർച്ചിനെ പോലീസ് തടഞ്ഞിരുന്നെങ്കിൽ പോലും പലയിടത്തും ആ ബാരിക്കേഡുകളൊക്കെ തന്നെ മറികടന്നുകൊണ്ട് പാർലമെന്റ് കവാടത്തിലേക്ക് CJP പ്രവർത്തകർ എത്തുന്നതും പിന്നീട് അവർക്ക് നേരെ കണ്ണീർവാതകം പ്രയോഗിക്കുന്നതൊക്കെ തന്നെ കണ്ടു. അതിൻ്റെ തുടർച്ചയാണ് ഇന്നുണ്ടായ കോൺഗ്രസിൻ്റെ പ്രതിഷേധം. കാരണം ആദ്യം CJPയുടെ പ്രതിഷേധത്തോട് കോൺഗ്രസ് അകലം പാലിക്കുകയായിരുന്നെങ്കിൽ ഇന്നലെ ഉണ്ടായ പോലീസ് നടപടിയോടുകൂടി ഈ വിഷയം സജീവമായി ഉന്നയിക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുകയായിരുന്നു. കാരണം രാവിലെ ഖർഗെയുടെ വസതിയിലാണ് കോൺഗ്രസ് നേതാക്കളുടെ യോഗം ചേർന്നത്. ഈ യോഗത്തിൽ നീറ്റ് അടക്കമുള്ള വിഷയങ്ങൾ, വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായ പോലീസ് നടപടിയൊക്കെ തന്നെ ചർച്ച ചെയ്യണം, ഉന്നയിക്കണം എന്നൊരാവശ്യം തീരുമാനിക്കുകയും പിന്നീട് സഭാ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ലോക്സഭാ സ്പീക്കറുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ 2 സഭയിലും, രാജ്യസഭയിലും ലോക്സഭയിലും ഈ വിഷയം ഉന്നയിക്കാൻ കഴിഞ്ഞില്ല. രാജ്യസഭയിൽ ഖർഗെ ഉന്നയിച്ചെങ്കിൽ പോലും ഭരണപക്ഷാംഗങ്ങൾ ബഹളം വയ്ക്കുന്നതാണ് കണ്ടത്. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് കോൺഗ്രസ് കടന്നത്. കാരണം രാവിലെയൊക്കെ തന്നെ ഉയർന്നിരുന്ന അഭ്യൂഹം രാഷ്ട്രപതി ഭവനിലേക്ക് മാർച്ച് നടത്തുമെന്ന റിപ്പോർട്ടുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങനെയല്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഏതാണ്ട് 1:30 കോൺഗ്രസിൻ്റെ സന്ദേശം വരുന്നത്. മല്ലികാർജ്ജുൻ ഖർഗെയുടെ പിറന്നാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കേക്ക് മുറിക്കാനും മറ്റും ആഘോഷ പരിപാടികൾക്കായി MP-മാരൊക്കെ തന്നെ ഖർഗെയുടെ വസതിയിലേക്ക് എത്തണം എന്ന സന്ദേശം ലഭിച്ചിരിക്കുന്നു. അതിനുശേഷമാണ് കോൺഗ്രസ് നേതാക്കൾ, MP-മാരൊക്കെ തന്നെ ഒത്തുകൂടിയ ശേഷമാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതാക്കൾ കടന്നതും പിന്നീട് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മുൻപിൽ സമരവുമായി രംഗത്ത് വരികയും ചെയ്തത്. കാരണം സാധാരണഗതിയിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ സമരം അനുവദിക്കുന്ന പതിവില്ല. അതീവ സുരക്ഷാ മേഖലയാണ്. ഇത്തരം സമരങ്ങൾ സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുകയാണെങ്കിൽ ആദ്യമേ തന്നെ തടയുന്ന നടപടിയൊക്കെ തന്നെ പോലീസിൻ്റെ ഭാഗത്തുണ്ടാവാറുണ്ട്. പക്ഷേ അതീവ രഹസ്യമായാണ് ഇത്തരമൊരു നീക്കം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ 2 വസതികളും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് ഏതാണ്ട് 1 കിലോമീറ്റർ മാത്രമാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള നേതാക്കളാണ് ഈ സമരത്തിന് നേതൃത്വം നൽകിയത്. 3:30 തന്നെ പ്രധാനമന്ത്രിയുടെ ലോക് കല്യാൺ മാർഗിലെ വസതിക്ക് സമീപം ഇവർ സംഘടിച്ചു. പിന്നീട് കൂടുതൽ നേതാക്കളൊക്കെ തന്നെ അവിടേക്ക് എത്തി. ഇന്ത്യ സഖ്യത്തിലെയും മറ്റു പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ആ സമരത്തിന്റെ ഭാഗമാകുന്നതും കണ്ടു. ഏതാണ്ട് 3 മണിക്കൂർ, 3:30 മുതൽ 6:30 വരെ അവിടെ വലിയ സമരത്തിന് വേദിയായി. തുടർന്നാണ് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന നിലപാടിലേക്ക് സർക്കാർ എത്തിയത് എന്നതുകൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം സഭയിൽ ചർച്ചയ്ക്ക് തയ്യാറാകാതിരുന്ന സർക്കാർ പിന്നീട് കേന്ദ്രമന്ത്രി, പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയും അവിടെ എത്തുകയും പിന്നീട് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തു. അക്കാര്യം മന്ത്രി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ മന്ത്രി ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുകയാണ്. അതിന് അദ്ദേഹം പറയുന്ന ന്യായം, രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ആവശ്യം ഞങ്ങൾ അംഗീകരിച്ചു, പക്ഷേ രാഹുൽ ഗാന്ധി അത് അംഗീകരിച്ച ശേഷം നിലപാട് മാറ്റുന്നു, മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ജിതേന്ദ്ര സിംഗ് ഏതായാലും പറയുന്നത്. പക്ഷേ 6:30 തന്നെ പോലീസ് കടുത്ത നടപടിയിലേക്ക് കടക്കുന്നതാണ് കണ്ടത്. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളെ വലിച്ചഴിച്ചുകൊണ്ടാണ് ബസ്സിൽ കയറ്റിയത്. രാഹുൽ ഗാന്ധിയുടെ മൂക്കിന് പരിക്കുണ്ട്. പിന്നീട് ഏറെ വൈകി ഏത് സ്റ്റേഷനിലേക്കാണ് ആദ്യം കൊണ്ടുപോയതെന്ന് വ്യക്തമായിരുന്നില്ല. പക്ഷേ അവരെ മന്ദിർ മാർഗ് പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. അതായത് CPക്ക് അടുത്തുള്ള, കൊണാട്ട് പ്ലേസിന് അടുത്തുള്ള മന്ദിർ മാർഗ് പോലീസ് സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ കൊണ്ടുപോയിട്ടുള്ളത് എന്ന കാര്യം വ്യക്തമായിരിക്കുന്നു. അവിടെ പോലീസ് വാഹനം, പോലീസ് ബസ് എത്തുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സോണിയാഗാന്ധി ഈ സമരത്തിൽ പങ്കെടുത്തിരുന്നില്ല. പ്രധാനമന്ത്രിയുടെ വസതിക്ക് സമീപത്തെ സമരത്തിൽ പങ്കെടുത്തിരുന്നില്ല. സോണിയാഗാന്ധി ഇപ്പോൾ ഏതായാലും അവിടേക്ക് മന്ദിർ മാർഗ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും അറസ്റ്റ് ചെയ്ത നേതാക്കളെയൊക്കെ തന്നെ കാണണം എന്നൊരാവശ്യം സോണിയാഗാന്ധി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്താണ് പോലീസിൻ്റെ നിലപാട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നിർണായകമാണ്. ഏതായാലും അത്തരം ശക്തമായ പ്രതിഷേധത്തിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് എത്തുകയാണ് എന്ന കാര്യത്തിലും സംശയമില്ല. ഏതായാലും രാഹുൽ ഗാന്ധിയുടെയും KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളുടെ ഭാഗത്തുനിന്നും പ്രതികരണം വന്നിട്ടുണ്ട്. ഈ സമരവുമായി മുന്നോട്ട് പോകും, വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കും വരെ സമരവുമായി മുന്നോട്ട് പോകുമെന്ന പ്രതികരണമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും സമീപകാലത്ത് ഡൽഹി കണ്ട വലിയ പ്രതിഷേധത്തിന്, പ്രക്ഷോഭത്തിനൊക്കെ തന്നെയാണ് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അഞ്ജലി.